നമസ്കാരം. നാടകിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരെ എനിക്കെപ്പോഴും ബഹുമാനമുള്ള, അവരെ ആരും പുറത്തു കാണാറില്ല. അവരുടെ ശ്രമം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവരെ ഉള്ളിൽ ആദരവോട് ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള ക്ലാസ് ആരംഭിക്കുകയാണ്. അഭിനയത്തെക്കുറിച്ച് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് യഥാർത്ഥ ശൈലി, റിയലിസം. അത് ചിത്രകലയിലും സിനിമയിലുമൊക്കെ നിങ്ങൾ കണ്ടു പരിചയമുണ്ട്. നാടകത്തിൽ ആ ശൈലിയിലെ അഭിനയത്തെക്കുറിച്ചും നടൻ്റെ സമീപനത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ ലക്ഷ്യം വയ്ക്കുന്നത്. യഥാർത്ഥ ശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യർ, അവരുടെ വസ്ത്രധാരണ രീതി, സംസാരം, അവരുടെ പെരുമാറ്റം, ചുറ്റുമുള്ള പരിസരം എല്ലാം ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ അരങ്ങിൽ പകർത്തുകയാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടു കാണും. അതാണ് വളരെ നമുക്ക് എപ്പോഴും കണ്ടു പരിചയമുള്ളത് വേണമെങ്കിൽ പറയാം. അത് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ അല്ലാതെ മുൻപുള്ള ഒരു കാലഘട്ടത്തെ ഇതുപോലെ അവതരിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ കാലഘട്ടത്തിലെ വസ്ത്രധാരണ രീതി, സംഭാഷണം, ഭക്ഷണ രീതി, സംസ്കാരം തുടങ്ങി എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് പിന്നെ അരങ്ങിൽ അതിനു വേണ്ടിയുള്ള രംഗസജ്ജീകരണങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടി ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങിയ ഉദ്യമമാണിത്. അരങ്ങിൽ ജീവിതത്തിലെ, അതായത് പ്രകൃതിക്ക് നേരെ പിടിച്ച കണ്ണാടി എന്നാണ് പറയുക. അപ്പോൾ ഒരു ക്യാമറ ഒരു ദൃശ്യത്തെ ക്യാമറയിൽ പകർത്തിയാൽ ആ ദൃശ്യത്തിൽ എങ്ങനെയാണോ നമ്മളും ജീവിതത്തിൽ കാണുന്നത് അതുതന്നെയാണ് ക്യാമറയിൽ പകർത്തുന്നത്. അപ്പോൾ പ്രകൃതിക്ക് നേരെ പിടിച്ച കണ്ണാടി പോലെ അരങ്ങിൽ ചെയ്താൽ അതിനെ പ്രകൃതിവാദമെന്നാണ് പറയുക. എന്ന് വെച്ചാൽ നാച്ചുറലിസം. എങ്ങനെയാണോ നമ്മൾ പ്രകൃതിയിൽ കാണുന്നത് അതിൻ്റെ പ്രതീതി അരങ്ങിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഡ്രോയിങ് റൂം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ മുറിക്കകത്തുള്ള കസേരയും മേശയും ഫ്രിഡ്ജ് എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങളെല്ലാം അരങ്ങിൽ ആ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ നടന് അവിടെ കൂടെ ചലിക്കാനൊന്നും പറ്റില്ല എന്ന് വരും. അക്കാര്യം ബാഹ്യ പ്രതീതിയാണ് അതിലെ അടിസ്ഥാനം. അപ്പോൾ പ്രേക്ഷകർ ഈ നമ്മൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും സംസാരിക്കുന്നതും ഇരിക്കുന്നതും ജീവിതത്തെ പോലെ സംസാരിക്കുന്നതും കാണാൻ മാത്രമാണോ വരുന്നത് എന്നുള്ള ഒരു ചോദ്യം നാടകകൃത്തുക്കളുടെ ഇടയിലും സംവിധായകരുടെയും നടന്മാരുടെ ഇടയിലും എല്ലാം ചർച്ചയാവുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ചെക്കോവാണ്. ചെക്കോവ് എന്ന പ്രശസ്തനായ നാടകകൃത്ത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ചെയ്തിട്ടുള്ള മോസ്കോ ആർട്ട് തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാടകമല്ല ഇത്. എനിക്ക് എൻ്റെ കഥാപാത്രങ്ങൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ചെരുപ്പ് കെട്ടുന്നതും കാണാനല്ല എൻ്റെ പ്രേക്ഷകർ വരേണ്ടത്. എൻ്റെ പ്രേക്ഷകർ നാടകത്തിൻ്റെ ഉള്ളടക്കം, എന്താണ് നാടകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അതിന് ആവശ്യമായ രംഗസജ്ജീകരണങ്ങളും നടന്മാരുടെ ചലനവും വികാര വിചാര പെരുമാറ്റങ്ങളും മാത്രമേ അരങ്ങിൽ പാടുള്ളൂ. പക്ഷേ അത് പ്രകൃതിക്ക് നേരെ പിടിച്ച കണ്ണാടി പോലെ ഒരു യാഥാർത്ഥ്യ പ്രതീതി സൃഷ്ടിക്കുന്നതായിരിക്കണം. അതിനെയാണ് യഥാർത്ഥ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിക്ക് നേരെ പിടിച്ച കണ്ണാടി പോലെ പ്രകൃതിവാദം എന്ന് പറയുന്ന നാച്ചുറലിസത്തിൽ അത് അതുപോലെ കോപ്പി ചെയ്യുകയാണ്. അത് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ചിത്രകാരന്മാർ പിൽക്കാലത്ത് അത് ഒരു ചിത്രകാരൻ്റെ ധർമ്മമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ചിത്രകലയുടെ
അസ്തിത്വത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ നാടകത്തിലും ഈ റിയലിസം, ബാഹ്യമായ യാഥാർത്ഥ്യത്തെ പകർത്തുക, ബാഹ്യരൂപങ്ങളെ പകർത്തുക എന്നുള്ളത് വിട്ടിപ്പോൾ അപ്പോൾ നടന്മാരും എന്താണ്, എങ്ങനെയാണ് ഇരിക്കുക, സംസാരിക്കുക, കൈയെടുക്കുക, ചിരിക്കുക, ആ ഒരു അതിനെ നമുക്കൊന്ന് കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു മിമിക്കിങ് പോലെയാണ്, കോപ്പി ചെയ്യുക, ശബ്ദത്തെയും രൂപത്തെയും ചലനത്തെയും ഒക്കെ അനുകരിക്കുക. അത് അല്ല റിയലിസമാണ്. യഥാർത്ഥ ശൈലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിൻ്റെ ഉള്ളടക്കം പ്രേക്ഷകന് അനുഭവിക്കുന്ന രീതിയിൽ ആവശ്യമായ രംഗസജ്ജീകരണങ്ങളും നടൻ്റെ പെരുമാറ്റവും മതി എന്ന് കണ്ടെത്തി അതിനു വേണ്ടിയുള്ള അരങ്ങൊരുക്കമാണ് യഥാർത്ഥ ശൈലിയുടെ അടിസ്ഥാനം. അപ്പോൾ മേൽപ്പറഞ്ഞ യഥാർത്ഥ ശൈലിക്ക് ഇണങ്ങുന്ന അരങ്ങ് വേണമല്ലോ. അപ്പോൾ പ്രേക്ഷകർ നടനെയും കാണേണ്ടത് ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ പെരുമാറുന്നതാണ്. അപ്പോൾ നടന് അരങ്ങിന് പിന്നിൽ ധരിക്കേണ്ടി വരും, മേക്കപ്പ് ധരിക്കേണ്ടി വരും, ഇതൊന്നും കാണാൻ പാടില്ല. അരങ്ങിൽ കർട്ടൻ പൊങ്ങി വെളിച്ചം വരുമ്പോൾ നടൻ കഥാപാത്രമായിരിക്കണം. അപ്പോൾ അരങ്ങിൻ്റെ പ്രത്യേകതകൾ യഥാർത്ഥ ശൈലിക്ക് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അണിയറ ഇവിടെ ഇതൊരു സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ നമുക്ക് മറഞ്ഞു നിൽക്കേണ്ടി വരും, മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കേണ്ടി വരും, പ്രേക്ഷകർ കാണാൻ പാടില്ല. ഇവിടെ നിന്ന് ഞാൻ കഥാപാത്രമായിട്ട് ആണ് പ്രവേശിക്കേണ്ടത്. പിന്നിൽ ഒരു ചുവര്, ഇവിടെ ഒരു ചുവര്, ഇവിടെ ഒരു ചുവര് എന്നാണ് സങ്കല്പം. അപ്പോൾ ആ യാഥാർത്ഥ്യ പ്രതീതി സൃഷ്ടിക്കുന്ന ഇവിടെ ബാക്ക് ഡ്രോപ്പ് കാണും. വശങ്ങളിൽ ഇങ്ങനെ പ്രേക്ഷകരിങ്ങനെ ഇരിക്കുന്നത് തന്നെ ഈ രണ്ട് വശവും മറക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് വേണമെങ്കിൽ മറയ്ക്കാം. പക്ഷേ നടിമാർക്കും പ്രവേശിക്കാനുള്ള സൗകര്യം അവർ എന്തെങ്കിലും പ്രോപ്പർട്ടീസും ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ട്രേയോ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊക്കെ സൗകര്യം വണ്ണം അകത്തേക്ക് വരാൻ പറ്റിയ സൗകര്യത്തിലായിരിക്കും ഈ രണ്ട് വശത്തും മറയ്ക്കാതെ. അപ്പോൾ അതിനെ സൈഡിൽ വിങ്സ് കൊണ്ട്, ഇതുപോലെ ഈ വിങ്സ് കൊണ്ട് രണ്ട് ചുവരുമൊക്കെ മറച്ച് ഒരു ബോക്സ് പോലെ, ആ ബോക്സിനകത്ത് ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഭാഗം നമ്മൾ പറയുന്നത് പ്രൊസീനിയം ആർച്ച് എന്നാണ്. അതിൻ്റെ മുമ്പിൽ കർട്ടൻ ഇട്ടിരിക്കും. അതാണ് നാലാമത്തെ വാൾ, ഫോർത്ത് വാൾ. അത് പൊക്കുമ്പോൾ ഈ നാലാം ചുവര് മാറ്റിയ പ്രതീതിയാണ്. അവിടെ നിന്ന് പ്രേക്ഷകർ നാടകത്തെ കാണുകയാണ്. അപ്പോൾ ഇവിടെ രംഗസജ്ജീകരണമൊക്കെ വരുമ്പോൾ ലൈറ്റ് കാണാൻ പാടില്ല. അപ്പോൾ അത് മറയ്ക്കണം. അപ്പോൾ അതിനു വേണ്ടി ഫ്രണ്ടിൽ അതിൻ്റെ സജ്ജീകരണങ്ങൾ, ടീസർ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇത് സംവിധായകൻ്റെ ക്ലാസ്സിൽ വിശദമായി പറയും. അപ്പോൾ ഈ അരങ്ങിനെക്കുറിച്ച് നടന് നല്ല ധാരണ വേണം. എവിടെ കൂടെ പ്രവേശിക്കണം, എവിടെ കൂടെ പോകണം, ഇതെല്ലാം റിഹേഴ്സലിൽ ഈ അരങ്ങിൽ അവതരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥ ശൈലിക്ക് വേണ്ട രംഗസജ്ജീകരണങ്ങളും അതിനു വേണ്ട ഉള്ള പെരുമാറ്റങ്ങളും വിചാരങ്ങളും കാണാനാണ് പ്രേക്ഷകർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അരങ്ങൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്റ്റേജിനെക്കുറിച്ച് ഈ ഒരു പ്രൊസീനിയം സ്റ്റേജാണ്. പ്രേക്ഷകർ ഒരു അകലത്തിൽ നിന്ന് കാണുന്നു. മാത്രമല്ല അവർ ഓഡിറ്റോറിയത്തിൽ വന്ന് ഇരിക്കുമ്പോൾ ഈ പ്രൊസീനിയം ആർച്ചിന് വെളിയിലുള്ള പടങ്ങളോ വരകളോ ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ സദസ്സിൻ്റെ ഇരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് അണച്ച് ഇരുട്ടാക്കണം. എന്നാൽ അരങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രേക്ഷകർ ഒരകലത്തിലിരുന്ന് ദൃക്സാക്ഷികളാണ്. അവർ കാണുകയാണ്. അവർ നാടകത്തിൽ ഇടപെടുന്നില്ല. അവർ നമ്മളെ ജീവിതത്തിൽ കാണുന്നത് പോലെ സംഭവങ്ങളെ അവർ കാണുകയാണ്. ഇതാണ്
ആ സ്റ്റേജിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വിഷയം എന്ന് പറയുന്നത്, മറ്റു കലാകാരന്മാരെ അപേക്ഷിച്ച് ചിത്രകലയിലോ ശില്പിക്കോ ഇല്ലാത്ത ചില സവിശേഷതകൾ നടന് വേണ്ടി വരും. അതായത് അരങ്ങിലാണ് അവൻ്റെ സർഗാത്മക പ്രവൃത്തി നടത്തേണ്ടത്. അതിൽ പ്രേക്ഷകർ വന്ന് മുന്നിലിരിക്കുകയാണ്. 7 മണിക്ക് നാടകം തുടങ്ങിയാൽ 9 മണി വരെ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാളൊരു പ്രധാന വേഷം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എനിക്ക് മൂഡില്ല, ഇൻസ്പിറേഷൻ ഇല്ല. പക്ഷേ റിഹേഴ്സലിൽ ചിലപ്പോൾ കിട്ടിക്കാണും, ചില ഭാഗം നന്നായി, സംവിധായകൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കാണും, ആത്മവിശ്വാസമൊക്കെ കാണും, പ്രത്യേകിച്ച് പുതിയ നടന്മാർക്കൊക്കെ. അരങ്ങിൽ വരുമ്പോൾ അവതരണത്തിന് മുമ്പ് തന്നെ പതറിപ്പോകാറുണ്ട്. അപ്പോൾ ആക്ടിങ് ഈസ് ഹിയർ ആൻഡ് നൗ. അരങ്ങിൽ നിൽക്കുന്ന സമയത്ത് എത്ര നേരം നിൽക്കുമോ ആ സമയത്ത് അയാളുടെ ശരീരം കഥാപാത്രത്തിനായി ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ആ സർഗാത്മക ക്രിയ ചെയ്യാൻ നിർബന്ധിതനാണ് നടൻ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനായിട്ട്, അത് മറയ്ക്കാനായിട്ട്, ഈ ഇൻസ്പിറേഷൻ വരാത്തത് കൊണ്ട് തന്നെ, അതായത് ഉൾപ്രേരണ വരാത്തത് കൊണ്ട് തന്നെ ചിലർ മറ്റു നടന്മാരെ അനുകരിക്കാം, അല്ലെങ്കിൽ കണ്ടുപഴകിയ, നമ്മൾ ക്ലിഷേ എന്ന് പറയും, ആ സാധനങ്ങളെ, കഥാപാത്രത്തിന് ഒട്ടും യോജിക്കാത്ത രംഗചര്യകളും ചേഷ്ടകളും സംഭാഷണ രീതികളും കൊണ്ട് നെടുനീളം പ്രഭാഷണങ്ങളും അതിൻ്റെ സംഭാഷണത്തിലുള്ള ശബ്ദവിന്യാസങ്ങളൊക്കെ കൊണ്ട് പ്രേക്ഷകരെ വേറൊരു തരത്തിൽ ആകർഷിക്കുകയാണ്. അത് നാടകത്തിൻ്റെ വിഷയവുമായി നേരത്തെ പറഞ്ഞ ഉള്ളടക്കവും കഥാപാത്രത്തിൻ്റെ വികാരങ്ങളും അതിൻ്റെ യുക്തിയും ഒന്നും ബന്ധവും കാണില്ല. അപ്പോൾ അത് ഈ ഇൻസ്പിറേഷൻ വരാത്തത് കൊണ്ട് ഓർമ്മിച്ച് ഡയലോഗ് പറയുക, വേറെ ആളെ അനുകരിക്കുക, ഇങ്ങനെയുള്ള ഒട്ടുവിദ്യകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കും. ഞാൻ കുറ്റം പറയാനില്ല, ഞാനും തുടക്കത്തിലൊക്കെ ഇത് പിടിപാടില്ലാതെ വരുമ്പോൾ ഈ ശീലങ്ങളാണ് നമ്മൾ അനുകരിച്ചു പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതുണ്ട് കലാകാരൻ. അപ്പോൾ ഈ ശില്പിക്കും ചിത്രകാരനുമൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം, മൂഡില്ല, ഇൻസ്പിറേഷൻ അതിന് കാത്തു നിൽക്കാം. അവരുടെ വർക്ക് ഓഫ് ആർട്ട് അവസാനമാണ് പ്രേക്ഷകരെ മുമ്പിലെത്തുന്നത്. അപ്പോൾ ഈ നടന് എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടാം? കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ തൻ്റെ ശരീരത്തിലൂടെ തന്നെ പെരുമാറ്റമൊക്കെ പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ഇതിനെ അതിജീവിക്കാൻ, മറ്റുള്ളവരെ അനുകരിക്കാതെ വെറുതെ ശബ്ദഘോഷങ്ങളും ശരീരചലനങ്ങളും ഉള്ള, നമ്മൾ പറയുക, ഗോഷ്ഠി കാണിക്കാൻ, ഇതിൽ നിന്നെല്ലാം മാറി കഥാപാത്രത്തിൻ്റെ ഉള്ളും പുറവും എങ്ങനെ അവതരിപ്പിക്കാം, ജീവസുറ്റ കഥാപാത്രമായിട്ട് നടനായിട്ട് അരങ്ങിൽ നിൽക്കുക എന്നുള്ള പ്രശ്നത്തെ ആണ് നമ്മൾ ഈ പറഞ്ഞത്. അത് നേരിടേണ്ടത് എങ്ങനെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യം. ഇനി അടുത്തത് ഈ കല. ഇപ്പോൾ ചിത്രകാരനും ശില്പിക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് കൂട്ടായ കലയാണ്, എൻസംബിൾ ആർട്ട് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ഒരു സോഷ്യൽ ആക്ടിവിറ്റി വേണം. അതൊരു സാമൂഹികമായി നമ്മൾ സമൂഹത്തിൽ ഇടപെടും പോലെ കുറേ വ്യത്യസ്തരായ സ്വഭാവമുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപെടുകയാണ്. അപ്പോൾ നമ്മൾ റിഹേഴ്സലിൽ വരുമ്പോൾ നമ്മുടെ വൈയക്തിക പ്രശ്നങ്ങൾ ഈ റിഹേഴ്സലിനെ, ഇതൊരു റിഹേഴ്സലിൽ നടക്കുന്ന സർഗാത്മക പ്രവൃത്തിയാണ്. കൂട്ടലും കഴിക്കലും ഒരു ഘടനയും രൂപമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിൽ പോകുന്നതാണ്. അതിൽ ഒരു നടനോ ഒരു നടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അവരുടെ വൈയക്തിക പ്രശ്നങ്ങൾ കാരണം ഇതിനെ തടസ്സപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നടൻ തൻ്റെ മനസ്സും ശരീരവും എന്താ പറയുക, ഈ സർഗാത്മക പ്രവൃത്തിക്കായിട്ട് ശീലിക്കണം, അല്ലെങ്കിൽ അത് തടസ്സമാകും. അപ്പോൾ ഒരു നല്ല നടൻ എപ്പോഴും ഈ എൻസംബിൾ ആർട്ട് ആണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെയാണ് അയാൾ പ്രവർത്തിക്കുക. ഇനി മൂന്നാമത്തെ വിഷയം കുറച്ചുകൂടെ കടുത്തതാണ്. അതാണ് പലരും അരങ്ങിൽ വരാൻ ഭയക്കുന്നതും
പ്രേക്ഷകരെ മുമ്പിൽ നിന്ന് ഈ സൃഷ്ടി നടത്തുക എന്ന് പറയുമ്പോൾ പബ്ലിക്കുണ്ട്, അതിൻ്റെ മുമ്പിൽ ഏകാന്തനായി നമ്മളിൽ എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ വിചാരങ്ങളിലൂടെ കടന്നു പോകണം സംഭാഷണത്തിന്. പുറത്ത് അരങ്ങിലേക്കുള്ള ചലനങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്രിയയാണ് അരങ്ങിൽ നടൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ എങ്ങനെയാണ് ഏകാന്തനം? ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് സോളിറ്റ്യൂഡ് ഉണ്ടാകാൻ നടൻ്റെ ഏറ്റവും ആവശ്യപ്പെടുന്നതാണ് ശ്രദ്ധ, കോൺസെൻട്രേഷൻ എന്ന് പറയും. ഇതിലെ ഒരു തമാശയ്ക്ക് അദ്ദേഹത്തിൻ്റെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ്. സ്റ്റാനിസ്ലാവ്സ്കി എന്ന് പറയുന്ന റഷ്യൻ നടനും സംവിധായകനുമാണ്. ഈ അന്വേഷണങ്ങൾ ഒരു നടൻ അരങ്ങിൽ എങ്ങനെയാണ് ഈ സർഗാത്മക പ്രവൃത്തി മുടക്കമില്ലാതെ തൻ്റെ ഇൻസ്പിറേഷനെ ഒന്നും ആശ്രയിക്കാതെ, അത് വരണമെങ്കിൽ വന്നോട്ടെ ഇല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളൊരു അന്വേഷണത്തിന് അദ്ദേഹം മനസ്സിലാക്കാനും പുറപ്പെട്ടത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു സർക്കസുകാരൻ ഒരു കുരങ്ങനെ വാങ്ങാൻ പോയി. അപ്പോൾ ആ സർക്കസ് ചെയ്യാൻ നല്ല ശേഷിയുള്ള ശ്രദ്ധയുള്ള കുരങ്ങനെ വേണം. അപ്പോൾ കുരങ്ങൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കാട്ടി നോക്കും, പിടിക്കില്ല, വേറൊരു സാധനം കാണിക്കും. ചിലപ്പോൾ കുരങ്ങൻ പിടിച്ചാൽ ആ കുരങ്ങൻ അങ്ങനെ നോക്കിയിരിക്കുമ്പം അയാൾ വേറെ കുറേ സാധനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കാണിക്കും. ഈ കുരങ്ങൻ്റെ കണ്ണ് ഇതിൽ പോയാൽ അതിനെ വാങ്ങില്ല. കാര്യം എന്ന് വെച്ചാൽ അവന് ശ്രദ്ധയില്ല. എന്തൊക്കെ കാട്ടിയാലും അവൻ്റെ കണ്ണ് ഇതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവനാണ് നല്ല സർക്കസിന് പറ്റിയ കുരങ്ങൻ. അപ്പോൾ ആ ശ്രദ്ധ അരങ്ങിലെ ഓരോ ക്രിയയിലും പ്രേക്ഷകർ മുമ്പേ ഇരിക്കുകയാണ്. ആ മറ്റു കലാകാരന്മാർക്കുള്ള ശില്പികൾക്കോ ചിത്രകാരനോ കവിക്കോ ഉള്ള ആനുകൂല്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആക്ടിങ് ഈസ് ഹിയർ ആൻഡ് നൗ. അവിടെ ശ്രദ്ധയോടെ നിന്ന് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് പബ്ലിക് സോളിറ്റ്യൂഡ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നടന്മാർക്കുണ്ടാകും. അത് നടൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നടൻ്റെ ക്രിയേറ്റീവ് വർക്ക്, അതിൻ്റെ സർഗാത്മക പ്രവൃത്തി തുടങ്ങുമ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഈ പ്രേക്ഷകരെ മുമ്പിൽ നിന്ന് അഭിനയിക്കേണ്ടതൊപ്പം പിന്നെയുള്ളൊരു പ്രശ്നം വരുന്നത്, നമ്മൾ കഥാപാത്രത്തെ സമീപിക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ സംസ്കാരത്തിനും ചേർന്നതല്ലായിരിക്കും. നമ്മുടെ വൈയക്തിക സംസ്കാരത്തിന് യോജിക്കാത്ത കഥാപാത്രമായിരിക്കും. ചിലപ്പോൾ കള്ളുകുടിയനായിരിക്കും, നഗ്നത അല്പം പ്രദർശിപ്പിക്കേണ്ടി വരും, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ പറയും. അയ്യോ ഞാനിത് പറയില്ല, നാട്ടുകാരെന്ത് വിചാരിക്കും, അച്ഛൻ കാണാൻ വരില്ലേ, ഇതൊന്നും നമുക്ക് പറയാനൊക്കില്ല. നായ്ക്കൊലം കെട്ടിയാൽ കുരയ്ക്കണം. അപ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ താല്പര്യവും മാറ്റി കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണ്, അതാണ് പ്രധാനം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ പണിക്ക് പോവുക. ഇവിടെ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അൺകൾച്ചേർഡ് മാൻ. അരങ്ങിലെ റിഹേഴ്സൽ വരുമ്പം എൻ്റെ സംസ്കാരത്തെ ഞാൻ മാറ്റി വെച്ചിട്ട് കഥാപാത്രത്തിൻ്റെ സ്വഭാവങ്ങൾ കണ്ടെത്തുമ്പം ഇതെല്ലാം സംവിധായകൻ ആവശ്യപ്പെട്ടാൽ അത് സംസാരിക്കാനും പക്ഷേ അതിനെ ഗൗരവപൂർവ്വം സമീപിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള എൻസെമ്പിൾ ആർട്ടാണ്, അതിൻ്റെ മര്യാദകൾ പാലിക്കേണ്ട ആളാണ്. അവിടെയാണ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നത്, ഡിസിപ്ലിൻ. സമയത്തിന് വരിക. നമ്മൾ ഈ പറഞ്ഞതുപോലെ അനാവശ്യ കാര്യങ്ങൾ, ഇത് ഈ നഗ്നതയെക്കുറിച്ചോ ലൈംഗികതയെക്കുറിച്ച് പറയാൻ കിട്ടിയ അവസരം കിട്ടുമ്പോൾ തമാശ പറഞ്ഞ് നാടകത്തിൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. വളരെ ഗൗരവമായിട്ട് മനുഷ്യരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ആഴത്തിൽ പോകാനുള്ള ഒരു നമ്മളെ കഥാപാത്രത്തെ കണ്ടെത്തേണ്ട സമയമാണ് ഈ റിഹേഴ്സൽ ചെയ്യുന്നത്. അവിടെയാണ് വൈയക്തിക പ്രശ്നങ്ങൾ മാറ്റി വയ്ക്കുക. ഈ പറഞ്ഞ നമ്മുടെ അതിനെ പറയുക ആന്തരിക തടസ്സമാണ് നമ്മൾ ഇൻഹിബിഷൻ എന്ന് പറയും. ഈ ലജ്ജ മാറ്റി വയ്ക്കേണ്ടി വരും. മൂന്നാമത് നമ്മൾ ഈ പറഞ്ഞ ഈ ഡിസിപ്ലിൻ, അച്ചടക്കം. നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങി എല്ലാവരും വന്ന് ഈ എൻസെമ്പിൾ ആർട്ടാണെന്ന് പറയുമ്പോഴാണ് കുറേ സമയം കഴിഞ്ഞ് വരിക. അപ്പോൾ റിഹേഴ്സൽ നടക്കില്ല പ്രോപ്പറായിട്ട്. സമയത്തിന് വരിക, അയഞ്ഞ വസ്ത്രം വേണം, കാലിലെ നഖമുണ്ടെങ്കിൽ വെട്ടണം, ചിലപ്പോൾ
മറ്റു നടീനടന്മാരുമായിട്ട് ശാരീരികമായി തൊടുകയോ സ്പർശിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ നഖം കഥാപാത്രത്തിന് യോജിച്ച അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെട്ടി സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ആ തരത്തിലുള്ള അതിനെ അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അച്ചടക്കം വളരെ പ്രധാനമാണ്. ഇനി വരുന്നത് പരിശീലനം. നമ്മൾ പറയാറുണ്ട് ജീവിതത്തിലെ പോലെയല്ലേ അഭിനയിക്കുന്നത്, മനുഷ്യർ പോലെ സംസാരിക്കുന്നു, ഇതൊക്കെ എന്തിനാണ്? ജന്മവാസന മാത്രം പോരെ, എന്തിനാണ് പരിശീലനം? അത് കഥകളിക്കും കൂടിയാട്ടത്തിനുമൊക്കെ പോരെ എന്നുള്ളതാണ്. അല്ല, മറ്റു നടന്മാരെ അനുകരിക്കാനോ സംഭാഷണം കാണാതെ പഠിക്കുക, യാന്ത്രികമായി സംസാരിക്കുക, അതിനൊക്കെ ഈ പരിശീലനം വേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് പരിശീലനം വരുന്നത് പല വേഷങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതി അറിയണം, ശബ്ദത്തിൻ്റെ പരിമിതി, ശരീരത്തിൻ്റെ പരിമിതി, ഇതിനൊക്കെയാണ് നമ്മൾ പരിശീലനം വയ്ക്കുന്നത്. പാട്ടുകാർ സാധകം ചെയ്യാറുണ്ട്, ചിത്രകാരന്മാർ വരച്ച് നോക്കാറുണ്ട്, പ്രകൃതിയിൽ പോയി സ്കെച്ചസ് ചെയ്തു നോക്കും. അവരെ സൃഷ്ടിക്കും മുമ്പ് അവരുടെ നൈപുണ്യം, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിൽ അത് നടൻ പരിശീലിക്കണം. അപ്പോൾ നമ്മുടെ ശരീരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, അതായത് നമ്മളിപ്പോൾ മുന്നോട്ട് ആയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. അപ്പോൾ നമ്മൾ കാല് പൊക്കും. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബാലൻസിങ് എങ്ങനെയാണ്, ഇതെല്ലാം പരിശീലനത്തിലൂടെ നമ്മൾ ഇപ്പോൾ കൈ പൊക്കുമ്പോൾ ചിലവരുടെ പ്രശ്നം എന്ന് കൈ പൊക്കുമ്പോൾ കഴുത്തൂടെ ഇങ്ങനെ പോകും. കഴുത്തൂടെ പോയപ്പോൾ ശബ്ദം മാറിയത് കണ്ടോ? അപ്പോൾ ഈ കൈ പൊക്കാൻ കൈ മാത്രം പൊക്കിയാൽ മതി. എന്തിനാണ്? അനുബന്ധ മസിൽസ് എല്ലാം കൂടെ കയറി അങ്ങ് പിടിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അയാളുടെ ശരീരത്തെ എവിടെയോ അനാവശ്യമായ പിരിമുറുക്കമുണ്ട്. നമുക്കിനി പിന്നിൽ വരുമ്പോൾ ഇനി സംസാരിക്കേണ്ടി വരും. അനാവശ്യമായ പിരിമുറുക്കങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയണം, അനുഭവിച്ചതിനെ തിരിച്ചറിയണം. എന്നിട്ട് ഇങ്ങനെ ആയെങ്കിൽ അതിനെ അയക്കാനുള്ള രീതി. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഷിഫ്റ്റിംഗ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ കാണും, ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇങ്ങനെ നിൽക്കുക നടുക്കാണ്. അപ്പോഴാണ് പലതും പോകാനായിട്ട് മുട്ടുമടങ്ങി നിൽക്കുക. പല ആക്ഷനുമൊക്കെ അയാൾക്ക് പറ്റുന്ന, കാല് അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി അയാൾ ഇങ്ങനെ തന്നെ നിന്ന് ശീലിച്ചാൽ ഫ്രണ്ടിലോട്ട് കാലെടുക്കാൻ പറ്റില്ല. കാര്യം ബോഡി വെയ്റ്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിലോ ഇവിടെയാണ് നിൽക്കുന്നത്, ഈ കാല് പോവും, ഈ കാല് അനങ്ങില്ല. അപ്പോൾ ഇങ്ങനെ നിന്നാലോ ഇങ്ങനെയും പോവും, ഇങ്ങനെയും പോവും, ഇങ്ങനെയും പോവും. അതിനാണ് ഇങ്ങനെ നിൽക്കാതിരിക്കുന്നത്, കുനിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ശാസ്ത്രീയ വശങ്ങൾ അന്വേഷിച്ച് പരിശീലനത്തിലാണ് ഇത് നേടേണ്ടത്. തൻ്റെ ശരീരത്തിലെ പിരിമുറുക്കങ്ങൾ നിരീക്ഷിക്കുക, അതിനെ ബോധപൂർവം അയക്കുക. ഇത് അഭിനയിക്കാനും റിഹേഴ്സൽ സമയത്ത് പരിശീലനത്തിലുള്ള സമയമാണ് അല്ല. അതുകൊണ്ടാണ് ഈ പരിശീലനം ആവശ്യമാണെന്ന് പറയുന്നത്. അത് ഏത് വേഷവും ചെയ്യാനും ഒക്കെ അപ്പോഴും ശരീരത്തെ പ്രയോഗിക്കുകയല്ല നടൻ. അപ്പോൾ അത് പരിശീലനം വളരെ പ്രധാനമാണ്. ഇനി അടുത്തത് നമ്മുടെ ഹോംവർക്കാണ്, ഗൃഹപാഠം. നല്ല വായന വേണം, യാത്ര വേണം, നമ്മുടെ ഒബ്സർവേഷൻ. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ മാത്രമല്ല, മറ്റു എല്ലാ കലാകാരന്മാർക്കും വേണ്ടതുപോലെയാണ് നമ്മൾ സമൂഹത്തിലെ മനുഷ്യരെ വീക്ഷിക്കുക. എല്ലായിടത്തും പോകാൻ പറ്റില്ല. പുസ്തകങ്ങൾ വായിക്കാം, നല്ല സിനിമകൾ കാണാം, നമുക്ക് ചില കുറിപ്പുകൾ എടുക്കാം. ഇങ്ങനെ ഏത് കഥാപാത്രത്തിനും വേണ്ട ഒരു സജ്ജീകരണം റിഹേഴ്സലിന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൃഹപാഠം അത്യാവശ്യമാണ്. അപ്പോൾ ഈ നാടക കലാകാരന് ഞാൻ ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ ഇല്ല. വൈയക്തിക പ്രശ്നങ്ങൾ വന്ന് ഈ എൻസെമ്പിൾ ആർട്ടാണ്, തടസ്സപ്പെടുത്തരുത്. ഡിസിപ്ലിൻ വേണം. പിന്നെ പബ്ലിക് സോളിറ്റ്യൂഡ്, പ്രേക്ഷകരെ മുമ്പിൽ നിന്ന് സൃഷ്ടികർമ്മം നടത്തേണ്ട ആളാണ്. അയാൾക്ക് പരിശീലനം വേണം, ഗൃഹപാഠം വേണം. ഇത്രയുമാണ് നാടക കലാകാരൻ എന്നുള്ള നിലയിൽ അനുഷ്ഠിക്കേണ്ടത്. ഇനി നമ്മൾ റിഹേഴ്സൽ
ലേക്ക് കിടക്കുകയാണ്. റിഹേഴ്സലിലൂടെ നടൻ എങ്ങനെയാണ് അയാളുടെ സൃഷ്ടികർമ്മം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ നടൻ്റെ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു, പരിശീലനത്തിൻ്റെ കാര്യം പറഞ്ഞു, സഭാകമ്പം ഇതെല്ലാം പറഞ്ഞു. ഇനി ഉള്ളത് നമ്മുടെ റിഹേഴ്സൽ എന്താണ്, നമ്മൾ ഒരു നാടകകൃതി എടുത്ത് നമ്മൾ അരങ്ങിൽ കഥാപാത്രത്തിൻ്റെ വിചാരവികാര പെരുമാറ്റങ്ങളെ അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരു കൃതി കിട്ടുമ്പോൾ സമീപിക്കുന്നതിൻ്റെ തുടക്കത്തിൽ എന്താണ് പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നുള്ളതാണ് മഹാനായ സ്റ്റാനിസ്ലാവ്സ്കി, ഒരു റഷ്യൻ സംവിധായകൻ, നടനും. അദ്ദേഹം തൻ്റെ നടനായതുകൊണ്ട് തന്നെ തൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ റിഹേഴ്സലിൽ എന്ന് വെച്ചാൽ കഥാപാത്രത്തിൻ്റെ ശരീരവും ശബ്ദവും അനുകരിക്കാൻ ജീവിതത്തിലെ ബാഹ്യപ്രതീതി യാഥാർത്ഥ്യത്തെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കഥാപാത്രത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് ഓരോ അവതരണത്തിലും ജൈവമായി ജീവനുള്ള കഥാപാത്രമായി അരങ്ങിൽ നിൽക്കാൻ പറ്റുക, ലിവിങ് ദി ക്യാരക്ടർ അല്ലെങ്കിൽ പറയാം എക്സ്പീരിയൻസിങ് ദി ക്യാരക്ടർ. കഥാപാത്രത്തിൻ്റെ നടൻ ശരീരത്തിൽ അനുഭവിക്കണം. ആ അരങ്ങിൽ നിൽക്കുന്ന സമയം അവൻ്റെ ചിന്തയും വികാരവും കഥാപാത്രത്തിൻ്റേതാണ്. ഇത് പറയുമ്പോഴും നടൻ്റെ മനസ്സ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അത് പ്രകടമാവില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അച്ചടക്കമുള്ള നടൻ അയാളുടെ ഈ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ആ അരങ്ങിൽ നിൽക്കുന്ന സമയം മുഴുവൻ റിഹേഴ്സലിൽ ചെയ്ത് പൂർണ്ണമായതിന് ശേഷമാണ് അയാൾക്ക് ഇനി ഒരു സംശയമില്ല വളരെ ശാന്തനായിട്ട് അരങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് മനസ്സ് കഥാപാത്രത്തിനായി അതിൻ്റെ പ്രത്യേകിച്ച് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ അത് വരുമ്പോൾ ശരീരത്തിൻ്റെ പെരുമാറ്റവും ഏറെക്കുറെ ശരിയാവും. അതിൻ്റെ പരിഹാരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ശരീരത്തിൻ്റെ മാധ്യമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, ഈ ഡിസിപ്ലിൻ വേണം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ റിഹേഴ്സലിൽ കഥാപാത്രത്തിൻ്റെ മനസ്സിനെ കണ്ടെത്തി തൻ്റെ മനസ്സും ശരീരവുമായി തൻ്റെ ഓർമ്മകളും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് കഥാപാത്രം ജീവസിറ്റ് ആകുന്നത്. അപ്പോൾ ഈ പ്രശ്നമാണ് ഈ സ്റ്റാനിസ്ലാവ്സ്കി പരിശോധിച്ചത്. ശരീരവും ശബ്ദവും താരതമ്യേന അനുകരിക്കാൻ എളുപ്പമാണ്, പക്ഷേ മനസ്സിനെ അനുകരിക്കാൻ പറ്റില്ല, അനുഭവിച്ചേ പറ്റൂ. അനുകരിക്കാൻ വേറെ ചില കലകളിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ ശൈലിയിൽ നടൻ്റെ മനസ്സുകൂടെ കഥാപാത്ര സൃഷ്ടിയിൽ ജൈവമായ പങ്കാളിയാവണം. അപ്പോൾ അവിടെയാണ് നടൻ ബോധപൂർവം, കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അബോധപൂർവം ചില ഇൻസ്പിറേഷൻ വന്നിട്ട് ചിലപ്പോൾ നന്നാവും, റിഹേഴ്സൽ ചിലപ്പോൾ ഒന്നുമില്ല ശരിയാവില്ല. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ പറ്റില്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് ഈ ഉപബോധ മനസ്സിൻ്റെ നമ്മളറിയാതെ നമ്മൾ ചില നടന്മാരൊക്കെ പറയും അത് ഞാൻ അങ്ങ് വന്നു എനിക്കറിയില്ല എങ്ങനെ വന്നു എന്ന്. ഇത് നല്ല നടന്മാരും വലിയ ജീനിയസുകൾ പോലും പറയണം എനിക്കറിയില്ല. കാരണം ഈ ഉപബോധ മനസ്സ് നമ്മൾ ആ ദിശയിലേക്ക് കഥാപാത്രത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയാൽ ഈ ഉപബോധ മനസ്സ് കടലിലെ തിര വന്ന് തിരയെ ആലിംഗനം ചെയ്യും പോലെ ഇത് വന്ന് ഉപബോധ മനസ്സ് കഥാപാത്രത്തെ ആലിംഗനം ചെയ്താൽ അത് ജീവിതമാണോ എന്ന് നടനും തോന്നും, പ്രേക്ഷകനും തോന്നും. പക്ഷേ ഈ ഉപബോധ മനസ്സിനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ബോധപൂർവം കഥാപാത്രത്തിൻ്റെ വികാര പെരുമാറ്റങ്ങളിലേക്ക് എത്താൻ എങ്ങനെ മനസ്സിനെ സജ്ജമാക്കാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഏറെ വർഷങ്ങളെടുത്ത് അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ഈ സൈക്കോ ടെക്നിക്ക്. ഈ പറയാൻ കാരണം മനസ്സിൻ്റെ പ്രയോഗമാണ് അദ്ദേഹം വളരെ ഊന്നിയത്. അതിൻ്റെ അർത്ഥം ശരീരത്തിന് പ്രാധാന്യമില്ല എന്നല്ല, ശരീരത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്തതാണ് നമ്മൾ നേരത്തെ കാണിച്ച പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ ബാലൻസ്, ഈ വെയിറ്റ് മാറുന്നത്, ഇതൊക്കെ പറയാൻ കാരണം അദ്ദേഹം അത് ഈ രൂപപരമായ കഥാപാത്രത്തിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയും. അതിൻ്റെ രൂപപരമായ കഥാപാത്രത്തിൻ്റെ രൂപപരമായിട്ടുള്ള പ്രത്യേകതകളെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അത് മുമ്പേ തന്നെ അദ്ദേഹത്തിന് നല്ല വഴക്കമായിരുന്നു. പക്ഷേ ഈ മനസ്സ്
കാര്യം വീണ്ടും വീണ്ടും കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ മനസ്സിനെ ഓരോ ദിവസവും കഥാപാത്രത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പിറേഷനെ ആശ്രയിക്കാൻ പറ്റില്ല, ഉൾപ്രേരണയെ ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബോധപൂർവം നമ്മൾ കൃതിയെ സമീപിക്കുന്നു. അതിൽ നിന്ന് ബോധപൂർവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കുക. കൃതി വായിക്കുന്നു. അതിലൂടെ നമ്മൾ റിഹേഴ്സലിൽ തന്നെയാണ്. പലരും അരങ്ങിൽ അഭിനയിക്കാമെന്ന് പറയുന്ന നടന്മാരാണ്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിഹേഴ്സലിൽ പൂർണ്ണമായിരിക്കണം. കാര്യം എനിക്ക് അരങ്ങിൽ എൻ്റെ ശരീര പിരിമുറുക്കമോ ഒന്നും എനിക്ക് അത് തടസ്സമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിഹേഴ്സലിൽ സംവിധായകൻ്റെ നിർദ്ദേശവും ടെക്സ്റ്റും കൃതിയിൽ നിന്നും ബോധപൂർവം അരങ്ങിൽ നിന്ന് പരിശീലിക്കുന്നതോടൊപ്പം വീട്ടിൽ ഹോംവർക്ക് ചെയ്ത് ഇതിൻ്റെ ഓരോ ഇഴകളും അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം പരിശോധിച്ച് നമ്മളുടെ ശരീരത്തിൽ നമ്മളത് പ്രവേശിപ്പിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം, കഥാപാത്രവും നമ്മുടെ ശരീരവും തമ്മിൽ ഇണങ്ങി വരികയും അങ്ങനെ ഒരു നിലവാരത്തിലെത്തിക്കും. ബോധപൂർവം കഥാപാത്രത്തിൻ്റെ വികാരങ്ങളെ അവരുടെ പെരുമാറ്റത്തെ ഒരു നിലവാരത്തിലെത്തിക്കാൻ കഴിയും. ഏകദേശം ഒരു 60-70% എന്ന് പറയാം. അത് തന്നെ മതി പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റും. ആ തലത്തിലെത്തുന്നതിനെ പറയുന്നത് ട്രൂ സീമിങ് ഫീലിംഗ് ആണ്. യഥാർത്ഥമാണെന്ന് തോന്നുന്ന സീമിങ്, തോന്നുന്ന വികാര തലത്തിലേക്ക്, ഇത് ജീവിതമാണോ എന്നുള്ള ഒരു പടിക്ക് താഴെ. എന്നാൽ അതുവരെ നമുക്ക് ഈ ടെക്നിക്ക് കൊണ്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ അത്രയും എങ്കിൽ സാധിച്ചാൽ മാത്രമേ നമുക്ക് അരങ്ങിൽ ഈ ഉപബോധ മനസ്സിൻ്റെ തഴുകൽ നമുക്ക് കിട്ടുകയുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയം ഇത് ജീവിതമാണോ, നടൻ തന്നെ ആലോചിക്കും, ഞാൻ ജീവിതമാണോ ഇത് അഭിനയിക്കുകയാണോ എന്നുള്ള ആ നേരിയ കഥാപാത്രവും നടനും തമ്മിലുള്ള വേർതിരിവ് മാറുന്ന ഒരു ഘട്ടം വരും. അവിടെ പ്രേക്ഷകനും ഇത് നാടകമാണോ കാണുന്നതെന്ന് മറന്നു. ആ ഉത്തുന്നത നിലവാരത്തിലെത്താൻ അതിന് തൊട്ടു പടി വരെ ഈ ടെക്നിക്ക് കൊണ്ട് സാധ്യമാണ് എന്നുള്ളതാണ് സ്റ്റാനിസ്ലാവ്സ്കി ശ്രമിച്ചത്. അതാണ് നമ്മൾ റിഹേഴ്സലിലൂടെ കടന്നു പോകേണ്ട, ബോധപൂർവം കടന്നു പോകേണ്ട വഴിയാണ് നമ്മളിനി ആലോചിക്കുന്നത്. ഉപബോധ മനസ്സിൻ്റെ വഴി അദ്ദേഹത്തിനും അറിയില്ല, നമുക്കും അറിയില്ല നമ്മുടെ ഉപബോധ മനസ്സ്. പക്ഷേ നമ്മൾ ആ ദിശയിലേക്ക്, അതിൻ്റെ പടിവാതിൽ കൊണ്ട്, ഈ ബോധ മനസ്സുകൊണ്ട് കഥാപാത്രത്തെ സൃഷ്ടിച്ചെത്തിച്ചാൽ, അത് കരയിലെത്തിച്ചാൽ അത് ആലിംഗനം ചെയ്യാൻ പറ്റും. അങ്ങനെ നടന്മാർക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതാണ് ആ ബോധപൂർവമായി ഉള്ള കഥാപാത്രത്തെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നാടകത്തിൻ്റെ ലക്ഷ്യമുണ്ട്, പ്രിമൈസ്, നാടകകൃത്ത് ഉദ്ദേശിക്കുന്ന അതിനെ ലക്ഷ്യം വെച്ച് കഥാപാത്രത്തിൻ്റെ വിചാരങ്ങളും ആഗ്രഹങ്ങളും പെരുമാറ്റങ്ങളുമെല്ലാം ആ ദിശയിലേക്ക് നമ്മുടെ ശരീരം കഥാപാത്രത്തിന് അനുഗുണമായ വിചാരങ്ങളുമൊക്കെ നമ്മുടെ ശരീരം നടൻ ബോധപൂർവം സൃഷ്ടിച്ച് അരങ്ങിൽ നിലനിർത്തുന്നതാണ്. ആ സൃഷ്ടികർമ്മത്ത് നമ്മൾ നേരത്തെ കുരങ്ങൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ബോധമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ബോധപൂർവം അരങ്ങിൽ നിന്ന് സൃഷ്ടി നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ടെക്നിക്കാണ് ഈ സൈക്കോ ടെക്നിക്ക്. ഇനി അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നടൻ്റെ മാധ്യമമാണ്. എന്താണ് മാധ്യമം? അതിലൂടെയാണ് അയാൾ തൻ്റെ സൃഷ്ടികർമ്മം നടത്തുന്നത്. ചിത്രകാരന് ക്യാൻവാസ്, ശില്പിക്ക് കളിമണ്ണോ എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ആ കലാകാരനും മാധ്യമവും രണ്ടാണ്. കലാകാരൻ്റെ മാധ്യമം ശരീരം തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇൻസ്പിറേഷൻ ഇല്ല, ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ പ്രശ്നമാണ്. കാര്യം നമ്മുടെ ശരീരം കൊണ്ടാണ് സൃഷ്ടികർമ്മം നടത്തേണ്ടത്. അപ്പോൾ അയാളുടെ ശരീരം എന്ന് പറയുന്ന മാധ്യമത്തിൽ തന്നെയാണ് അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് പണിയായുധം. അത് നടൻ്റെ ശരീരം, ശബ്ദം, മനസ്സാണ്. ബോഡി, മൈൻഡ് ആൻഡ് വോയിസ്. ഇതുകൊണ്ടാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അനാവശ്യമായ പിരിമുറുക്കം പാടില്ല നടന്. ഇവിടെ വേറെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ പറഞ്ഞ ലജ്ജ, മറ്റേതൊന്നും അല്ല പ്രശ്നം. അത് നമ്മൾ സംസ്കാരമായിട്ട് പെട്ടതും ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെ. ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ പറ്റുന്നത് സഭാകമ്പം, സ്റ്റേജ് ഫ്രൈറ്റ്.
അത് പ്രശ്നമാണ്. പിന്നെ പരിശീലനം ഉണ്ട ആളെങ്കിൽ തന്നെ സംഭാഷണം പഠിക്കാൻ പറ്റിയിട്ടില്ല, പല കാര്യങ്ങൾ കൊണ്ട് റിഹേഴ്സൽ പ്രോപ്പറായിട്ട് നടന്നില്ല. അപ്പോൾ ഡയലോഗ് തെറ്റുമോ എന്നുള്ള ഭയം, തുടക്കക്കാർക്ക് പ്രേക്ഷകരെ മുമ്പിൽ ഇനി ഡയലോഗ് തെറ്റിക്കുമോ നന്നാവുമോ എന്നുള്ളൊരു പ്രശ്നം. പിന്നെ ചില ഉഴപ്പന്മാരുണ്ട്, അവസാനം ഡയലോഗൊക്കെ പഠിക്കാമെന്നൊക്കെ എല്ലാമൊക്കെ വിചാരിക്കും, അവസാനം നടക്കില്ല. എല്ലാം കൂടെ ഓടിച്ചിട്ട് പഠിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് സ്റ്റേജിൽ വന്ന് ഈ വെപ്രാളം കാണും. നടൻ അരങ്ങിൽ വളരെ ശാന്തനവും അയാളുടെ കഥാപാത്രത്തിന് ആവശ്യമുള്ള പേശി മുറുക്കങ്ങളും സന്ധി ചലനങ്ങളും ആവാൻ പാടുള്ളൂ, എന്നാലേ കഥാപാത്രത്തെ ശ്രദ്ധിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ആ മാധ്യമത്തെ സൂക്ഷിക്കണം, അതിനെ പരിശീലിക്കണം. അതുകൊണ്ടാണ് പാട്ടുകാർ ട്രെയിനിങ് ചെയ്യുന്നത്, സാധകം ചെയ്യുന്നത്. ഇതുപോലെ നടനും സാധകം ചെയ്യേണ്ട ആവശ്യം അവിടെയാണ്. ഇനിയൊന്ന് എല്ലാവരും പറയുമല്ലോ, നമുക്ക് നാടകത്തിന് പരിശീലനമൊന്നും വേണ്ട. കാര്യം എന്തുകൊണ്ടാണ്? കഥകളിക്കൊക്കെ പരിശീലനം വേണം, നാടകത്തിന് വേണ്ട. കാര്യം അതിലെ കൂടുതൽ കർമ്മങ്ങളും നമ്മൾ നടക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായി യാത്രയിലായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞും നമ്മൾ ചൊറിഞ്ഞുമൊക്കെ നിന്ന് സംഭാഷണമൊക്കെ അയക്കുമ്പോൾ ജീവിതത്തിലെ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഈ സഭാകമ്പമൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യാം. അപ്പോൾ പല ചലനങ്ങളും നമുക്ക് സ്വാഭാവികമായി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം യാന്ത്രികമായി, അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്, ജനിച്ച മുട്ടേ നമ്മളിൽ സഹജമായി ചെയ്യുന്നത് കൊണ്ട് ഈ ശരീരം നമ്മളെ അങ്ങനെ തടസ്സപ്പെടുത്തുന്നില്ല ഇത്തരം ആക്ഷനുകൾ. ഇനി അടുത്തത് വേറെ നമ്മൾ പറയുക, നമ്മൾ നടക്കുക മാത്രമല്ല, ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇന്നൊരു ടൂറ് പോകാനുണ്ട് കേട്ടോ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അപ്പോൾ ഞാൻ പോട്ടെ. ഇതും നമ്മൾ ചെയ്ത് ശീലമുണ്ട് അല്ലേ? പക്ഷേ ഇത് ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇവിടെ ഇതിലൊക്കെ ശ്രദ്ധ വരും, ഇവിടെ പിടിക്കണോ അവിടെ. എന്നാലും ഇതിൻ്റെ ഇങ്ങനെ ചെയ്യാൻ ഒക്കില്ല, അടച്ച ബാഗിലേക്ക് സാധനം ഇടാൻ ഒക്കില്ല. മറ്റേ നമുക്ക് നടക്കണതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. ഇവിടെ നമുക്ക് ചില ശീലങ്ങൾ വേണം. അപ്പോൾ ഇത് റിഹേഴ്സലിൽ പ്രോപ്പർട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധനം ഇവിടെ ഇങ്ങനെ ഇടണം, ഇതൊക്കെ വളരെ കൃത്യമായി ശീലിക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ഭാരത്തിൻ്റെ കാര്യം, നല്ല ഭാരമുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മളൊരു കഥാപാത്രം 2 ചാക്ക് അരിയായിട്ട് തോളി കയറ്റി വരുന്നെന്ന് വിചാരിക്കുക. ഈ ഭാരം യഥാർത്ഥത്തിൽ കയറ്റി അയാൾക്ക് നടക്കാൻ പറ്റാതെ വരും. ശരീരം പേശി കഥാപാത്രത്തിൻ്റെ സംഭാഷണമൊക്കെ പറയാനും, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീതി നടന് സൃഷ്ടിച്ചാൽ മതി ശരീരത്തിൽ. അത് ചിലപ്പോൾ പഞ്ഞിയോ വേറെ സാധനങ്ങൾ നേരത്തെ ചാക്കായിരിക്കും. യഥാർത്ഥ ഭാരം വച്ചാൽ നമ്മുടെ ശരീരം, നിങ്ങൾ 2 ചാക്ക് അരി എടുത്ത് പൊക്കി നോക്കൂ, അപ്പോൾ ശരീരം ഇങ്ങനെ പിടിക്കും. ആ സമയത്ത് നിങ്ങൾ രാവിലെ തൊട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞാൽ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. കാര്യം തല പെരുത്ത് അയ്യോ എനിക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ശരീരത്തിൽ പോകും. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോഴും അപ്പോൾ ഈ സാധാരണ ചലനങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം സാധാരണ പ്രവർത്തിക്കും. പിന്നെ ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്ത് ശീലമുള്ള ഹാബിറ്റുള്ള ആണെങ്കിൽ നമുക്കിത് ഒരു പ്രശ്നമില്ല, നമുക്ക് സംസാരിച്ച് പോവാം. ഇത് പറ്റാത്ത സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ ഒരു അരങ്ങിൽ 2 പേര് ശാരീരികമായി മൽപ്പിടുത്തം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ശരീരത്തിൻ്റെ ബാലൻസ് വേണ്ടി വരും. ഒന്നിൽ നിന്ന് ബോഡി മാറ്റുമ്പോൾ ബോഡിയുടെ ഷിഫ്റ്റിങ്സ്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളെ മാധ്യമത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്ന സഭാകമ്പം. വളരെ കൂടുതൽ ഭാരമുള്ള വസ്തുക്കളുടെ ചുമക്കുന്നതിൻ്റെ പ്രതീതി, ചില ശരീരം തമ്മിൽ പ്രയോഗിക്കുമ്പോൾ ഉള്ള, അപ്പോൾ ഇത് നമ്മുടെ മാധ്യമത്തിൻ്റെ ശരീരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ സഭാകമ്പമൊക്കെ മാനസികമായുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഭാരത്തിൻ്റെ കൂടുതലുകൊണ്ട് നമ്മുടെ ശബ്ദവും ചിലപ്പോൾ പ്രശ്നം വരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിഹേഴ്സലിൽ പരിഹരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ നാടകത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ റിഹേഴ്സൽ സമയത്ത് ശരീരത്തെ നമ്മൾ ആവശ്യമുള്ള പേശി മുറുക്കവും മാത്രമേ ആവാവൂ. അപ്പോൾ അത് ഇല്ലെങ്കിൽ അരങ്ങിൽ പോകുമ്പോൾ ഇത് പ്രശ്നം വരും. അപ്പം നടൻ്റെ ശരീരം അരങ്ങിൽ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ, അപ്പോൾ ആ ഒരു നല്ല നടന് അരങ്ങിൽ യാതൊരു
ഇത്തരം ടെൻഷന് സഭാകമ്പമില്ല. അയാൾ റിഹേഴ്സൽ ചെയ്തിട്ട് ഓരോ ചെറിയ ക്രിയ ചെയ്യുന്നതിൽ പോലും അയാൾ വളരെ ശ്രദ്ധയോടെ തൻ്റെ ശരീരത്തെ കഥാപാത്രത്തിന് ആവശ്യമുള്ള ക്രിയകൾക്ക്, ഈ ബാഗ് ചുമക്കുന്നതായാലും നിൽക്കുന്നതായിരിക്കാലും ഇതെല്ലാം ബോധപൂർവം റിഹേഴ്സൽ ചെയ്യിച്ചിട്ട് നമ്മുടെ ഒരു ശീലമുണ്ട് കേരളത്തിലെ നമ്മളൊരു ഭാഷയിൽ പഠിച്ചു മറക്കുക. നമ്മൾ ആദ്യം സൂക്ഷ്മമായി പഠിച്ചിട്ട് ഈ സ്റ്റേജിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ ആലോചിക്കില്ല, നമ്മുടെ അത് വരും വേറെ ചില. അപ്പോൾ അത്രയും നേരം റിഹേഴ്സൽ ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോപ്പറായിട്ട് റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം റിഹേഴ്സൽ പ്രശ്നമായിട്ട് വരും. ഇനി നമുക്ക് എങ്ങനെയാണ് കൃതിയെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എന്തിനാണ് കൃതി? നമുക്ക് ഒരു കഥാപാത്രത്തെ തന്നിട്ടുണ്ട്. ആ കഥാപാത്രത്തെ ഈ കൃതിയിൽ നിന്ന് വേണം കണ്ടെത്താൻ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറച്ച് സംഭാഷണങ്ങൾ മാത്രമാണ്. ഇതുപോലെ കുറച്ച് സംഭാഷണം, ബ്രാക്കറ്റിൽ ചില രംഗസൂചനകൾ, ഇത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് വേണം നമുക്ക് കഥാപാത്രത്തിൻ്റെ സ്വഭാവം, ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ധ്വനിയും മറ്റു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, സാഹചര്യം, ഓരോ കഥാപാത്രത്തിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഈ സംഭാഷണത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ധ്വനിപാഠം എന്നാണ് പറയുന്നത്. ഇത് പാഠം, ടെക്സ്റ്റ്. അതിനടിയിലുള്ളതാണ് സബ് ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ കൃതി വായിക്കുമ്പോൾ, പല ആവർത്തി വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില സൂചനകളും ഈ പറഞ്ഞ അകത്തെ അർത്ഥങ്ങൾ, ധ്വനിപാഠത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അവിടെ കിട്ടും. നമ്മൾ റിഹേഴ്സൽ തുടങ്ങുകയും ഇത് വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗത്ത് ചില കഥാപാത്രത്തിന് കിട്ടിയ ചില വികാരങ്ങൾ, ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ വരും. അത് നമ്മുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക്, ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന സിദ്ധാർത്ഥ എന്നൊരു നാടകം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ചില അനുഭവത്തിൻ്റെ ബന്ധമുള്ളതുകൊണ്ട് പെട്ടെന്ന് കഥാപാത്രത്തെ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ മാക്ബത്ത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ജീവിതത്തിൽ ഞാൻ കടന്നു പോകാത്ത ചില ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് അടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ വേറെ പരിശ്രമങ്ങൾ നടത്തേണ്ടി വരും. എന്നാലും നമുക്ക് ചെയ്തേ പറ്റൂ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ സംഭാഷണങ്ങൾ കൃതിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് നാടകകൃത്ത് അതിൻ്റെ നാടകകാര്യവുമായിട്ട് പ്രേക്ഷകരോട് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന പ്രിമൈസ്, നാടകകാര്യം. അപ്പോൾ ആ നാടകത്തിൻ്റെ ഗതിക്കനുസരിച്ച് ആ നാടകത്തിൻ്റെ ഇപ്പോൾ കൃതിയെക്കുറിച്ചുള്ള ചർച്ചയിലൊക്കെ ക്ലാസ്സിൽ വരും, സംവിധായകൻ്റെ ക്ലാസ്സിലുമൊക്കെ ഈ ചർച്ച വരും. അപ്പോൾ ഇവിടെ നടൻ അറിയേണ്ട കാര്യം, ഇത് ടെക്സ്റ്റ് ബോധപൂർവം നാടകകൃത്ത് എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാടക ലക്ഷ്യം, ഈ പറഞ്ഞ നാടകകാര്യം പറയാനായിട്ട്. ഇത് നടൻ തിരിച്ചറിയണം, എന്താണ് ഈ നാടകം. അല്ലെങ്കിൽ നമ്മൾ ഈ നാടകത്തിൽ അത് നമ്മൾ പിന്നെ വരും ഒരു പിന്നെ കോമഡിയുടെ ടച്ചുള്ള ചെക്കോവിൻ്റെ നാടകങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഒരു ട്രാജഡിയാണ്. ചിലപ്പോൾ അതിനകത്ത് ചില ഏരിയയിൽ ഒരു കോമിക് എലമെൻ്റൊക്കെ കാണും. ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ വരും. കാര്യം ഇത് നാടകകൃത്ത് അതിൻ്റെ ഗാത്രത്തിൽ ഇങ്ങനെ ഇഴുകിച്ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മമായ തലങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ആകത്തുകയാണ് ഈ ധ്വനി പാഠം അല്ലെങ്കിൽ സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാനിസ്ലാവ്സ്കി നമ്മൾ പറയുമ്പോൾ പറഞ്ഞ ബോധപൂർവം നടൻ ശ്രമിക്കുന്ന പണിയാണ്. അപ്പോൾ ടെക്സ്റ്റിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ജീവിതാനുഭവം വച്ചിട്ട് നമ്മൾ ഈ കൃതിയിലൂടെ നമ്മൾ അന്വേഷിക്കുന്നു. ആദ്യം നമുക്ക് പരിചിതമായ നമ്മുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കണ്ടത്, നമ്മുടെ നേരിട്ട് അനുഭവം വേണമെന്നില്ല, നമ്മൾ കണ്ട് നിരീക്ഷിച്ചത്, ഇതെല്ലാം നമ്മളെ കഥാപാത്രത്തെ ചെയ്യാൻ സഹായിക്കും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ സംഭാഷണങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കഥാപാത്രമാണ്, അച്ഛനാണ്, പി മകനാണ്. അച്ഛൻ പറയുന്നു ഇരിക്കൂ എന്ന് പറയുന്നു, മകൻ ഇരിക്കുന്നു. അച്ഛൻ വീണ്ടും പറയുന്നു ഇതെടുത്ത് കഴിക്കൂ. മകൻ വേണ്ട, വിശപ്പില്ല. എന്താ ഇങ്ങനെ? എൻ്റെ മുഖം വല്ലാതെ. ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ പിന്നിൽ നമുക്ക് ഇതിൽ നിന്ന് വേറെ ഒന്നും കിട്ടുന്നില്ല. ഈ സംഭവം എവിടെയാണ് നടക്കുന്നത്? അച്ഛനും ബന്ധം അറിഞ്ഞു, അച്ഛനും മകനും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടറിഞ്ഞു. എവിടെയാണ് സാഹചര്യം? എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? വീട്ടിലാണോ? എവിടെയാണ് നടക്കുന്നത്? നമുക്ക് ഒരു സൂചന ഇത് എടുത്തു കഴിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും അറിയാം. ഈ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് വേണ്ട വിശപ്പില്ല? എന്താ നിൻ്റെ മുഖം വല്ലാതെ? അപ്പോൾ ഇവൻ്റെ മുഖം വല്ലാതെയാണെന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറച്ച് സൂചനകൾ കിട്ടി ടെക്സ്റ്റിൽ. ഒന്നുമില്ല. എന്തിനാണ് ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ ഒരു ചെറിയ സൂചനകൾ കാണും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ ഇതിലല്ലാതെ നമുക്ക് കഥാപാത്രങ്ങളുടെ ഇതിന് തൊട്ട് മുമ്പുള്ള ചില സൂചനകളിൽ നിന്ന് കിട്ടുന്നത്, മകൻ ഒരു +2 പഠിക്കുന്ന ആളെന്നിരിക്കട്ടെ, അയാളുടെ റിസൾട്ട് വന്നു, തോറ്റു. അപ്പോൾ വീട്ടിൽ ആ ഒരു വിഷമത്തോടും ഒക്കെയാണ് ആൾ വരുന്നത്. അപ്പോൾ അമ്മ പുറത്ത് ജോലിക്ക് പോയി. അമ്മ പറഞ്ഞു മകൻ വരുമ്പോൾ ആഹാരം എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അച്ഛൻ മകൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയം നോക്കിയിരിക്കുക. അപ്പോൾ മകൻ വന്ന ഉടൻ പറഞ്ഞു, വന്നു ഇരിക്കുമെന്ന് പറഞ്ഞു. മകൻ ഇരുന്നു. അച്ഛൻ പറഞ്ഞു ഇതെടുത്ത് കഴിക്കാൻ പറഞ്ഞു. അവൻ കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് വിശപ്പില്ലാത്ത എന്താ കാരണം? എന്താ? റിസൾട്ട് വന്നു, തോറ്റു എന്നുള്ളതാണ്. വീട്ടിൽ പറയാനും വയ്യ. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള മാനസിക വ്യാപാരം അതാണ്. അത് ശരീരത്തിലും ശബ്ദത്തിലുമൊക്കെ വ്യത്യാസം വരുത്തും. അപ്പോൾ അച്ഛന് ആ മുഖം കണ്ടിട്ട് മനസ്സിലായി, എന്താ ഇങ്ങനെ മുഖം വല്ലാതെ? ഒന്നുമില്ല. അച്ഛനോട് പറയാനുള്ള മടി. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ്, അയാളുടെ എക്സ്പ്രഷൻ, ഇതെല്ലാം ഈ ടെക്സ്റ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സംഭാഷണം പറയുമ്പം മോന് വരുമ്പോൾ ആദ്യം അച്ഛനെ അറിഞ്ഞൂടാ. വരുമ്പോൾ ഇരിക്കൂ. മകനിരുന്നു, ഇതെടുത്ത് കഴിക്കൂ. വേണ്ട, വിശപ്പില്ല. എന്താ ഇങ്ങനെ? ഇതിൻ്റെ മുഖം എന്താ വല്ലാതെ? ഇതിൻ്റെ ശബ്ദത്തിൻ്റെ വിന്യാസം ഇതെല്ലാം മാറി. വല്ലാതെ ഒന്നുമില്ല. ഇതിൻ്റെ ഇടയിലുള്ള നിശബ്ദത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃതി അരങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. വികാരങ്ങൾ, ബന്ധങ്ങൾ. അപ്പോൾ ഈ സാഹചര്യം ഇതെല്ലാം നടൻ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ നിസ്സാരമായ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. ഇതേ ടെക്സ്റ്റ് തന്നെ വേറൊരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ആഴം മാറും. എന്ന് പറയുന്ന ആളുടെ ചെറുപ്പക്കാരനാണ്. അവനൊരു കാമുകിയുണ്ട്. ആ കാമുകിയെ ബി പ്രേമിക്കുന്നു എന്ന് എക്ക് സംശയരോഗം മൂത്ത് അവർ തമ്മിൽ ഈ രംഗം നടക്കുന്നതിന് മുമ്പ് നല്ല വഴക്കൊക്കെ ആയി. പക്ഷേ ബിക്ക് അങ്ങനെയുള്ളൊരു ബന്ധമില്ല. ഇയാൾക്കൊരു സംശയരോഗത്തിൻ്റെ ഒരു
പ്രശ്നത്തിലേക്ക് കടന്നപ്പം ഇയാൾ അവരുടെ ബന്ധം തകരണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ രാജിവെച്ച് വെളിയിൽ വേറെ ദൂരദേശത്തേക്ക് രാജിവെച്ച് പോവാം. അവർ പ്രണയിക്കുന്നതിൽ നമുക്കെന്താ കാര്യം? ഞാനൊന്നും ചെയ്തിട്ടില്ല. ആരോപിച്ചു. സുഹൃത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ച് അടുപ്പം കാണിച്ചു. പക്ഷേ ആ അടുപ്പം വേറെ അതിനപ്പുറമൊന്നും പോയിട്ടില്ല. പക്ഷേ സംശയം തോന്നി അയാൾ പറഞ്ഞു. അപ്പോൾ അയാൾ ജോലി രാജിവെച്ച് അയാൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയെന്നറിഞ്ഞപ്പോൾ എയ്ക്ക് കുറ്റബോധം. അയ്യോ, ഇപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലേ? അപ്പോൾ ഇയാൾ എന്നാലും ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയി. അയാളെ ഒന്ന് വീട്ടിൽ വിളിച്ച് ഒന്ന് ക്ഷമയൊക്കെ ചോദിക്കണമെന്നൊക്കെ എയ്ക്ക് തോന്നി. ഇത് മനുഷ്യബന്ധങ്ങളിൽ വരുന്നതാണ്. രണ്ടുപേരും മോശപ്പെട്ട ആൾക്കാരല്ല. അയാൾക്ക് ഇങ്ങനെ ഒരു അടുപ്പം തോന്നിയുകൊണ്ട് എയ്ക്ക് സംശയം തോന്നി. ബി വേറെ അതുപോലെ നല്ലവനായതുകൊണ്ട് അവരെ പ്രണയത്തിന് എന്തിനാണ് അയാൾക്ക് സംശയരോഗമാണ്. ഞാനവിടെ നിന്ന് എപ്പോഴും പ്രശ്നം, നമ്മളവിടെ നിന്ന് മാറിക്കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ എ അങ്ങനെ ഒരു സംശയം, ഇയാളോട് ഒരു ക്ഷമയൊക്കെ ചോദിക്കണം. വിളിച്ചു, എടേ നീ എൻ്റെ വീട്ടിലേക്ക് വാ. അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു, വീട്ടിൽ വാ, നീ പോകുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. പക്ഷേ ബിക്ക് വേറെ ഒരു സംശയം. ഇപ്പം തിരിച്ച് ബിക്ക് സംശയം. ഇവൻ അത്രത്തോളം പീഡിപ്പിച്ചു, ഇവൻ സംസാരിച്ചൊക്കെ പീഡിപ്പിച്ചു. അത് ഭയങ്കര ഏറിട്ട്. ഇനി ഇവന് കാമുകിയുമായിട്ട് ഞാൻ ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് തിരിച്ച് ഇനി ഇവള് പൊക്കളയുമോ എന്നൊക്കെ ചോദിച്ച് ഇവൻ എനിക്ക് ആഹാരത്തിൽ വിഷം കലക്കി തന്നാലോ എന്ന് ബിക്ക് സംശയം. ഈ രണ്ട് കഥാപാത്രത്തിന് ഈ മാനസികാവസ്ഥയിലാണ് സംഭവം തുടങ്ങിയത്. ബി എ ഇപ്പോൾ തൻ്റെ കുറ്റബോധം പരിഹരിക്കാനായിട്ട് ബി എ ക്ഷണിച്ച് നിൽക്കുന്ന മാനസികാവസ്ഥയിലും എ വരുന്നത് വന്നേ പറ്റൂ. പക്ഷേ അയാൾ വിചാരിച്ചില്ല, ഒന്ന് സംസാരിച്ചിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ പ്ലേറ്റിലിടാ ഇരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഴഞ്ഞു. കഴിക്കണോ വേണ്ടേ, ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ബിക്ക് സംശയം. അങ്ങനെയാണെങ്കിൽ സംഭാഷണം പറയുന്ന ആൾ വരുന്നത് തന്നെ ഡോറ് നോക്ക് ചെയ്ത് ശബ്ദം കേട്ടു. മറ്റേ എ തുറന്നു. ബി എന്തു ചെയ്യും? കണ്ടു. അയാൾ ഇരിക്കാൻ പറഞ്ഞു. നടത്തയൊക്കെ മാറി ഇരിക്കാൻ പറഞ്ഞു. അയാളും ഇവിടെ കസേരയിലിരുന്നു. രണ്ടുപേരും കുറേ നേരം സംസാരിക്കുന്നില്ല. ഈ കുറ്റബോധത്തിൻ്റെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറേ നിശബ്ദതയൊക്കെയാണ്. ഇത് കഴിഞ്ഞാണ് അയാൾ ഈ പ്ലേറ്റുമായിട്ട് വരുന്നത്. ഇതെടുത്ത് കഴിക്കൂ. അതുവരെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇയാൾക്ക് തോന്നുന്നു ഇവൻ വല്ല വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് ഉള്ളിലെ ചിന്തയാണ്. അപ്പോൾ അയാൾ പറയുന്നു, ഏയ് വിശപ്പില്ല, വേണ്ട വിശപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം അയാൾ ചോദിക്കും, എന്താ ഇങ്ങനെ മുഖം വല്ലാതെ? ഏയ് ഒന്നുമില്ല. ഇയാൾക്ക് പറയാൻ പറ്റുമോ ഇത് വിഷമാണെന്നുള്ള സംശയം? അപ്പം ഇങ്ങനെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും വികാരങ്ങളും മറച്ചു വയ്ക്കലും നമ്മൾ പലപ്പോഴും തുറന്നു പറയാറില്ല. അപ്പോൾ ഈ തുറന്നു പറയാത്തതിനെ എല്ലാം കണ്ടുപിടിക്കണം നിഗൂഢമായി. അതാണ് ഈ ധ്വനിപാഠം, ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, സാഹചര്യം, ഓരോ കഥാപാത്രത്തിൻ്റെ ഉദ്ദേശം. ഇപ്പം നമ്മൾ ഒരേ ഡയലോഗ് രണ്ട് സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങൾ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഗതി മാറി. അപ്പോൾ ഇത് പറയുന്നത് ഇതൊരു ഐസ്ബർഗ് പോലെയാണ്, മഞ്ഞുമല. അതിൻ്റെ മുകൾ ഭാഗമേ നമുക്ക് ഈ ടെക്സ്റ്റിലുള്ളൂ. ഇതിൻ്റെ അടിയിലാണ് ഈ നാടകത്തിൻ്റെ ആഴം. അത് നടൻ ഈ സ്ക്രിപ്റ്റിൽ അവിടെയാണ് നടൻ പ്രവേശിക്കുന്നത്. ഈ കൃതി ഇതിനെ മാറ്റാൻ പറ്റില്ല. രണ്ട് സിറ്റുവേഷനിൽ രണ്ട് കഥാപാത്രങ്ങളും ബന്ധങ്ങളും ഒക്കെ മാറിയപ്പോൾ ഇതേ ഡയലോഗ് വന്ന് അവരുടെ സംഭാഷണ രീതി, അവരുടെ ശരീരഭാഷ, അവരുടെ രംഗചലനം, പടുതി, എല്ലാം ചേഷ്ടകൾ എല്ലാം മാറി. അപ്പോൾ ഇത് കണ്ടെത്തുന്നതാണ് നടൻ കൃതിയിലേക്ക് കയറുമ്പോൾ ഈ ഒരു അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ
ഇത് അവസാന രംഗാവതരണം നമ്മൾ കളിക്കുന്നതിന് വരെ മുമ്പ് വരെ ഇതിനകത്തുനിന്ന് അർത്ഥങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. ഇനി കഴിഞ്ഞു, ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ആരെങ്കിലും ചില സംവിധായകൻ പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ടാൽ മതി. അങ്ങനെയല്ല. നമ്മളിത് പറഞ്ഞ നടന് എപ്പോഴും ഹോംവർക്ക്, ഗൃഹപാഠം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വീണ്ടും വീണ്ടും വായിക്കുമ്പം ഇതിൻ്റെ അർത്ഥതലങ്ങൾ കിട്ടിക്കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഈ സംഭാഷണങ്ങളിൽ നിന്നും നമ്മൾ ഈ കഥാപാത്രത്തിൻ്റെ ഈ ഓരോ സാഹചര്യങ്ങൾ, ഇതിപ്പോൾ ഒരു സംഭവം, ആദ്യത്തതും രണ്ടാമത്തതും ഒരു വീട്ടിലെ മുറി തന്നെയാണ്. അവിടെ ബന്ധങ്ങൾ മാറി ഇങ്ങനെയുള്ള ഈ വിശകലനം നടത്തുന്നതാണ്. അത് നടൻ്റെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ജീവിതാനുഭവം കൊണ്ട്, കൃതിയിൽ നിന്ന് നമ്മളിലേക്ക്, അപ്പം നടനാണ് കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കഥാപാത്രത്തേക്ക് അടുത്തു തുടങ്ങുന്നത്. ഈ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃതിയുടെ ഓരോ സംഭാഷണത്തിലും ജീവിതത്തിലേക്കും കടന്നു പോകുമ്പോൾ നമ്മൾ കഥാപാത്രത്തിലേക്ക് ചെറിയ ചുവട് വയ്പ് തുടങ്ങി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കണ്ടെത്തലുകൾ നടൻ കണ്ടെത്തേണ്ടതാണ് സബ് ടെക്സ്റ്റ്.